നല്ല മണം. നിന്റെ ജീവിതത്തിൽ സമൂസ മാത്രമേ ഉള്ളൂ മോട്ടു. സമൂസ തിന്നല് മാത്രമല്ല ജീവിതം. നീ ഒന്ന് ആലോചിക്കേ മോട്ടു. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എങ്കിലും ഒന്ന് നോക്കട്ടെ. കുറെ സമൂസ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. വീണ്ടും സമൂസ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. വീണ്ടും വീണ്ടും സമൂസ കഴിക്കുന്നു, വീണ്ടും വീണ്ടും കിടന്നുറങ്ങുന്നു. വീണ്ടും എഴുന്നേറ്റ് സമൂസ കഴിക്കുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു. വീണ്ടും എഴുന്നേറ്റ് സമൂസ കഴിക്കുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു. വീണ്ടും എഴുന്നേറ്റ് സമൂസ കഴിക്കുന്നു, ഉറങ്ങുന്നു. വേറെ എന്ത് ജോലിയാ ഉള്ളത് ജീവിതത്തില്? ശരിക്കും എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ലെന്നേ. ഇതിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പോയാ സമൂസയ്ക്ക് വേണ്ടി നീ എന്തും ചെയ്യാൻ മടിക്കില്ല മോട്ടു. പോലീസ് വരുന്നേ, ഓടിക്കോ. അല്ല, നമ്മളെന്തിനാ വെറുതെ ഓടുന്നേ? എന്താന്നറിയില്ല, സൈറന്റെ ശബ്ദം കേട്ട് അപ്പൊ തുടങ്ങും എന്റെ കാലുകൾ ഓടാൻ. എന്താ ചെയ്യാ? ഈ ചിങ്ങത്തിനിടുന്ന രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്, ഹൈലി ഇംപോസിബിൾ. ഇപ്പൊ നിങ്ങൾ രണ്ടാളും എന്നോട് മറുപടി പറഞ്ഞേ മതിയാവൂ. എന്നെ കണ്ടപ്പോ എന്തിനാ ഓടിക്കളഞ്ഞത്? ഞങ്ങള് രണ്ടുപേരും ജോഗിങ് ചെയ്യായിരുന്നോ? നിങ്ങൾ കണ്ടില്ലേ എന്റെ കൊടവയറ് ചാടിക്കിടക്കണത്? നിങ്ങൾ രണ്ടുപേർക്കും ഒരു നല്ല ജോലിയുണ്ട്. നല്ല ജോലിയോ? സമൂസ കഴിക്കാനായിരിക്കും. വേഗം പറയൂ, എവിടെയാത് കിട്ടുക? ഇന്ന് രാത്രി നമ്മുടെ നഗരത്തിൽ സെക്യൂരിറ്റി ജോലി നിങ്ങൾ നോക്കണം. ഇവിടുത്തെ സെക്യൂരിറ്റി ആണെങ്കിൽ നാട്ടിൽ പോയിരിക്കുകയാണ്. പറയൂ, നിങ്ങൾക്ക് സമ്മതമാണോ? ഞങ്ങള് ചെയ്തോളാം. എനിക്ക് വയ്യ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ രണ്ടാൾക്കും ഞാൻ ശമ്പളം തരാം. മാത്രമല്ല വയറ് നിറച്ച് സമൂസയും വാങ്ങി തരാം. ഈ ഒരാഴ്ചത്തേക്ക് മുഴുവനും. സമൂസയോ? അതും വയറ് നിറച്ച് തരുമെന്നോ? എനിക്ക് സമ്മതമാണ്, ഞാൻ തയ്യാറാണ്. ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെ ആയിരിക്കും ഡോൺ. എങ്ങനെയാണ് ഡോൺ ആവാൻ പറ്റുക? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ദൗത്യം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യേണ്ടി വരും, എന്തും സഹിക്കേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും. കൊള്ളാം ബോസ്, കൊള്ളാം. നല്ല കവിതയാണല്ലോ. എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം, ബോസ് പറയുന്നത് പോലെ ചെയ്യാം. അല്ലേ നമ്പർ 2? കവിതയുടെ മണ്ണാങ്കട്ടയുടെ കാര്യം വിടെ. നമുക്കിത് രാത്രി തന്നെ എവിടെയെങ്കിലും മോഷ്ടിക്കാൻ കയറിയേ പറ്റൂ. ചെല്ല്, എന്തെങ്കിലും ചെന്ന് മോഷ്ടിച്ചോണ്ട് വാ. ചെല്ല്. ബോസ്, അതിലുണ്ടയില്ലായിരുന്നു. അത് വാങ്ങാൻ കാശുമില്ലായിരുന്നു. പക്ഷെ ബോസ്, ഞങ്ങൾ സാറിനെ നിരാശരാക്കില്ല. ഇന്ന് രാത്രി ഫുർഫുറി നഗരം കൊള്ളയടിക്കാം. ഇങ്ങനെയാണെങ്കിൽ ജോൺ എങ്ങനെ ഡോൺ ആകും? ഡോൺ ഡോൺ ഡോൺ. സമൂസ. നിങ്ങൾ രണ്ടാളും ഡ്യൂട്ടിക്ക് തയ്യാറായി കഴിഞ്ഞു? സാറേ, ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, ഇന്ന് രാത്രി ഈ നഗരത്തിന്റെ പൂർണ്ണ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. യെസ് സർ, ഡോണ്ട് വറി. തനിക്ക് ഈ ലാത്തിയൊക്കെ വീശാൻ അറിയോ? കളരി പഠിച്ച എന്നോടാണോ? കാണിക്കട്ടെ. എനിക്കൊരു കയ്യബദ്ധം പറ്റിയപ്പം നീ അത് സീരിയസ് ആക്കി അല്ലടാ. ഇപ്പൊ കാണിച്ചു തരാടാ നിനക്ക്. മതി, എടോ താഴ്ന്നു നിർത്തുന്നുണ്ടോ? ജാഗ്രത പാലിക്കൂ, ജാഗ്രത പാലിക്കൂ, ജാഗ്രത പാലിക്കൂ, ജാഗ്രത പാലിക്കൂ, ജാഗ്രത പാലിക്കൂ, ജാഗ്രത പാലിക്കൂ, ജാഗ്രത പാലിക്കൂ.
കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നത് അറിയില്ലേ? എന്തിനെങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നേ? ജാഗ്രത പാലിക്കൂ. അതെ, നിങ്ങൾക്ക് തലയ്ക്കും വട്ടുപിടിച്ചോ? ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ട് രാത്രി ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചാ അതും നിങ്ങൾ സമ്മതിക്കണില്ലല്ലോ. മോട്ടോ, ഈ ജോലി നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ളതല്ല. ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഒരാവശ്യമില്ല. ഒച്ച വെച്ചില്ലെങ്കിൽ ജനങ്ങൾ ഉറങ്ങിപ്പോവൂലേ? അങ്ങനെ അവർ ഉറങ്ങിയാലേ കള്ളന്മാർക്ക് പണി എളുപ്പാവുന്നേ. ജാഗ്രത പാലിക്കൂ. ചേട്ടാ, ഈ മോട്ടു പത്ലു ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? മിണ്ടാതെ എന്റെ കൂടെ വാ. അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. വായി നോക്കികൾ നോക്കുന്ന കണ്ടില്ലേ? എന്റെ കൺവെട്ടത്ത് കണ്ടുപോലെ. ബോസ്, ബോസ്, ഇതാ മോട്ടുവിന്റെയും പത്ലുവിന്റെയും പണിയാ. ഇന്ന് അവരാണ് പാറാവ് നടത്തുന്നത്. ഞങ്ങളെ കണ്ടതും ഞങ്ങളെ ആക്രമിച്ചു മുറിവേൽപ്പിച്ചു. പിന്നെ അവരവിടുന്ന് മുങ്ങി. നിങ്ങളെ കൊണ്ടൊന്നും കാശിന് കൊള്ളില്ല. ആ മോട്ടുമ്പത്തിലും ഒരു സമയത്ത് ഒരു സ്ഥലത്തെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവരില്ലാത്ത സ്ഥലത്ത് നമ്മൾ മോഷണം നടത്തിയിരിക്കും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ മോഷണം നടത്തേണ്ടതെന്ന്. ഇത് ജോഡിന്റെ രംഗപ്രവേശനമാണ്. നിങ്ങൾ രണ്ടുപേരും എന്നെ പിന്തുടർന്നാൽ മാത്രം മതി. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ കണ്ടോ എങ്ങനെയാണ് അതിവിദഗ്ധമായി മോഷ്ടിക്കുക എന്നുള്ളത്. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. ദേഷ്യപ്പെടണ്ട ചേട്ടാ, ഞങ്ങളുടെ കൂടെ വേണേ കൂടിക്കോ. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. ജാഗ്രത ഓടിക്കോ. എന്റെ പത്ലു, ഈ പാറാവ് പണി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാ. സമൂസ തരാന്ന് പറഞ്ഞോണ്ട് മാത്ര, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എപ്പോഴേ ഒഴിവാക്കിയേനെ. ആ സമൂസയുടെ കാര്യം വിട്. ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് നോക്ക്. ഇത് തന്നെ തക്ക സമയം. ഇവിടുന്ന് ഒരു ശബ്ദവും വരുന്നില്ല. നമ്മുടെ പണി തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. മോഷണത്തിന് പറ്റിയ സമയമാണിത്. ഇനി മോഷണത്തിൽ തന്നെ തടയാൻ ആർക്കും കഴിയില്ല. നിനക്ക് സമൂസ കഴിക്കാൻ തോന്നുന്നുണ്ടോ? വേണ്ട വേണ്ട, എന്റെ വയറ് നിറഞ്ഞേ. ഇത് മോഷ്ടിക്കാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും എന്നെ ആർക്കും തടയാൻ കഴിയില്ല. ഇതിലേത് വീട്ടിൽ കയറണം? ആ കുത്തി കുത്താന വരമ്പത്തെ കയ്യിൽ കുത്ത് കരിങ്കുത്ത്, ജീപ്പ് വെള്ളം താറ പൊക്കയുടെ കയ്യിൽ ഒരു ബാങ്ക്. അത് തന്നെ. പണമായി. ഹലോ, എന്റെ ഡോൺ പരമ്പര ദൈവങ്ങളെ, എന്തായി സംഭവിച്ചത്? എന്തിനാണ് നീ വന്നേ? ഈ വൃത്തികെട്ട നായെ കൊണ്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ രണ്ടുപേരോട് ഞാൻ പറഞ്ഞതല്ലേ ചുറ്റുപാടത്തിന് ശ്രദ്ധ വേണമെന്ന്. ഞങ്ങൾ ചുറ്റുപാടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ മോട്ടുവും പത്ലുവും ബോസിനെ ആക്രമിച്ചു. ഞങ്ങൾ എന്താ ചെയ്യാ? അതിന് മോട്ടും പത്തിലും അവിടെ വന്നില്ലല്ലോ. ഒരു നായല്ലേ എന്നെ ഓടിച്ചത്. നിങ്ങൾ കണ്ടതല്ലേ? അല്ല ബോസ്, ഈ മോട്ടുവും പത്ലുവും ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡ്രമ്മിന്റെ പുറത്ത് കയറിയാ വന്നത്. എന്നിട്ട് ബോസിനെ നിലംപരിശാക്കി. അവനൊരു കൊടുങ്കാറ്റായി വന്ന് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മിണ്ടാതിരടാ പൊണ്ണത്തടിയന്മാരെ. എന്റെ ചോറുണ്ടിട്ട് എനിക്കിട്ട് താകുന്നോ? നാണമില്ലല്ലോടെ. എന്നെ കണ്ട് പഠിക്കണേ. ഞങ്ങൾ ഇപ്പൊ കുറേശ്ശെയായി പഠിച്ചോണ്ടിരിക്കുക ബോസ്. എന്തോന്ന് പഠിച്ചെന്നാ? നായ്ക്കളെ പേടിക്കണം ബോസ്. നിനക്കൊന്നും താങ്ങിയത് മതിയാവാതെ വീണ്ടും എന്നെ കളിയാക്കാൻ ഇറങ്ങിയതാണോ? രണ്ടെണ്ണം ഓരോ ചീട് ദിവസമായിട്ട് വന്നോളൂ. ജാഗ്രത പാലിക്കൂ.
ജാഗ്രത പാലിക്കൂ. ഭൂതം, ഭൂതം. അല്ല, ഇവിടെയൊന്നും ആരുമില്ലേ? വേഗം വരൂ, ഭൂതം. ഓടി വരണേ, ഭൂതം. എവിടെയാണോ ഭൂതം? അവിടെയാണ്. ദോണ്ടെ, അവിടെ തന്നെ. എടോ ഭൂതം എവിടെയാ? അത് നമ്മുടെ തന്നെ നിഴലല്ലേ? അടിക്കവരെ, ഇവര് നമ്മുടെ ഉറക്കം കളഞ്ഞു. ഇട്ടോടാ, പത്ലു. അവിടെ ഓടിക്കോ. എന്തൊരു നിശബ്ദതയല്ലേ? കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദത പോലുണ്ട്. ഇവിടെ ഒന്നും ആരില്ലേടേ, ഒരു കുറുക്കനെ പോലും കാണുന്നില്ലല്ലോ. രക്ഷിക്കണേ. Yes. The name is ചിങ്കം. ഈ ചിങ്കം എടുത്ത് രക്ഷപ്പെടുന്നത് ഇറ്റ് ഇസ് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഇംപോസിബിൾ. അതെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോസിബിൾ ആണ്, പക്ഷേ ഈ മോട്ടു പത്ലുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇമ്പോസിബിൾ ആണ്. ഞങ്ങള് കീഴടക്കിക്കോളാം. ഞങ്ങളെ ജയിലിൽ അടച്ചേക്ക്, പക്ഷേ ഈ മോട്ടു പത്ലുവിന്റെ അടുത്തുനിന്ന് ഞങ്ങളെ രക്ഷിക്കേ. അമ്മയാണ് സത്യം. ഇനി ഈ പാറാവ് ജോലിക്കേ ഞാൻ പോവില്ല. സമൂസ കിട്ടിയാലും ശരി, ഇല്ലെങ്കിലും ശരി. ഇന്നലെ ജീവൻ പോണ്ടതായിരുന്നു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെ. ഹായ്. നിങ്ങൾ രണ്ടാളും ഇന്നലെ രാത്രി വളരെ നന്നായിട്ട് ജോലി ചെയ്തു. നേരോ. ആ, വീണ്ടും നിങ്ങളുടെ സഹായത്തോടെ ജോൺ ദ ഡോൺ പിടിക്കപ്പെട്ടു. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഒരാഴ്ചത്തേക്കുള്ള സമോസ ഫ്രീ. താങ്ക് യു. നന്ദി, സന്തോഷം. എനിക്കിപ്പോ തോന്നുന്നത് നിങ്ങളെ പോലെയുള്ള ധീരന്മാരായ സെക്യൂരിറ്റി ഓഫീസേഴ്സിനാണ് ഈ നഗരത്തിലേക്ക് ആവശ്യം. ഇന്ന് മുതൽ നിങ്ങളാണ് ഇവിടുത്തെ പെർമനന്റ് സെക്യൂരിറ്റി ഓഫീസേഴ്സ്. പറയൂ, സമ്മതമാണോ? വേണ്ട. ഇവരെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത് ഇറ്റ് ഇസ് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. मोटू और पतलू की जोड़ी. ഇനി ഞാൻ ആടാം, നീ എന്നെ ആട്ടി വിട്ടാ മതി. ആദ്യം നീ ചെന്ന് എനിക്ക് സമൂസ മേടിച്ചോണ്ട് പോവാ, അപ്പൊ ഞാൻ ആ ഇറങ്ങാം. ശരി, ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന് തരാം. സമോസ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ എന്നെ പറപ്പിക്കുന്നേ? ഹലോ, എന്തു പറഞ്ഞേ? നിനക്ക് വരാൻ പറ്റില്ലെന്നോ? എനിക്കും വരാൻ പറ്റില്ല, കാരണം എനിക്ക് ഇപ്പൊ മുംബൈക്കുള്ള ഫ്ലൈറ്റ് പിടിക്കണം. ആരാടാ പുറകിന്നാണോ അടിക്കണേ? നേരിട്ട് വേടാ. എന്താടോ, നാണയില്ലടോ? ഇത്രയും വലിയ ആളായിട്ട് ഊഞ്ഞാലാടി കളിക്കാണോ? നിനക്ക് വേറെ വേലയും കൂലിയൊന്നും ഇല്ലടാ. എന്റെ പൊന്നു ചേട്ടൻ, ഞങ്ങളുടെ പ്രശ്നം ഇത് തന്നെയാ. ഞങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ഒരുത്തനും തരുന്നില്ലെന്നേ. എന്റെ പേര് മോട്ടു, ഇവൻ എന്റെ ചങ്ങായി പത്ലു. മോട്ടു പത്ലു? അതെ, നിങ്ങളെ പറ്റി ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്. നിങ്ങളല്ല വലിയ വലിയ കള്ളന്മാരെ പിടിക്കണ ആള്. എന്റെ പേര് കിഷോർ എന്നാണ്. നിങ്ങളെ രണ്ടുപേരെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ. ഈ ചെറിയ നാട്ടിൽ ഇതുപോലെയുള്ള വലിയ വലിയ സംഗതികളല്ലേ ഞങ്ങൾ രണ്ടുപേരും ചെയ്യാറ്. ഞാനും നിങ്ങളെ പോലെ കഴിവുള്ള ആൾക്കാരാണ് അന്വേഷിച്ചോണ്ടിരിക്കണേ. അത് പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുവോ? എന്ത് ജോലിയാ? ഈ ബ്രീഫ് കേസ് ഈ അഡ്രസ്സില് ഹഡ്ബഡിയാൻ നഗറില് മിസ്റ്റർ ധരം സിംഗിന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കണം. ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ തന്നേക്കാം. 10,000 രൂപയോ? ഇതിലെന്താ? ഇതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പേപ്പർ ഉണ്ട്. 10,000 തന്നാ ഞങ്ങൾ എന്തും ചെയ്യും. ഞങ്ങൾ ചെയ്തോളാം. എങ്കിൽ ഇതാ 5,000 രൂപ അഡ്വാൻസ്. ബാക്കി 5,000 രൂപ അയാൾ അവിടെ ചെല്ലുമ്പോ തരും. ഈ ബാഗ് ഞാൻ അങ്ങനെ ആരെയും ഏൽപ്പിക്കാറില്ലാത്തതാ, പക്ഷെ നിങ്ങളെ എനിക്ക് വളരെയധികം വിശ്വാസമുണ്ട്, അതുകൊണ്ടാ. ഇതെന്തിനാ? ഇതിനകത്ത് പല കോടികളുടെ എഗ്രിമെന്റിന്റെ പേപ്പേഴ്സ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതാരും തട്ടിയെടുക്കാതിരിക്കാനാണ് ഈ വിലങ്ങ്. പിന്നെ ഈ വിലങ്ങിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ആ ആളുടെ കയ്യിലുണ്ടാവും. സമൂസ എവിടെ പത്ലു? ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കഴിയുമെന്നാ പറഞ്ഞത്. ആദ്യം ചെന്ന് നമുക്ക് സമൂസ കഴിക്കാം, എന്നിട്ട് നമുക്ക് ഈ ബ്രീഫ് കേസ് കൊണ്ട് കൊടുക്കാം. കായലരികത്ത് വലയെറിഞ്ഞവൻ. നിനക്ക് എത്രയാണ് പൈസ ബാക്കിയുള്ളത്? അതൊക്കെ ഞാൻ ഇപ്പൊ സെറ്റിൽ ചെയ്തേക്കാം. പെട്ടെന്ന് എടുത്തോണ്ട് വാ, കഴിക്കാൻ ജിലേബി സമൂസയും. എന്തോന്നിനാടാ കിടന്ന് ബഹളം വെക്കുന്നത്? വല്ല ലോട്ടറി എങ്ങാനും അടിച്ചു? അതൊന്നും നീ അറിയണ്ട. ആദ്യം വന്ന് ഈ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്ക്. എന്തൊരഴുക്കാ നോക്ക്. വന്നു.
എന്റെ റേഷന്റെ 1000 രൂപ. എന്റെ തുണികളുടെ 1000 രൂപ. എന്റെ കടം 3000. ആകെ മൊത്തം 2000 രൂപയായിട്ടുണ്ട്. പക്ഷെ നിന്റെ രൂപ എവിടെ പോയി? എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കൂ. ഉണ്ടായിരുന്ന കാശ് മുഴുവൻ നാട്ടുകാർ കൊണ്ടുപോയി. പക്ഷെ ചേട്ടൻ പേടിക്കണ്ട, ഈ ബ്രീഫ് കേസ് കൊണ്ടുപോയി കൊടുത്ത 5000 രൂപ കിട്ടും. 10000? ഈ ചെറിയ ജോലിക്കോ? വല്ല കുഴപ്പമുണ്ടോടേ? ഇത് കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഫുർഫുറി നഗറിൽ തീവ്രവാദി ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് പോലീസിന്റെ നിർദ്ദേശം എന്തെന്നാൽ യാതൊരു പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് ഒരു സാധനവും വാങ്ങിക്കരുത് എന്നാണ്. മാത്രമല്ല അപരിചിതരെ കണ്ടാൽ പോലീസിൽ വിവരമറിയിക്കണമെന്നും. ഇതിന്നെന്താ ടിക് 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 ശബ്ദം വരുന്നേ? അതിനെന്താ, വന്നോട്ടെ, എനിക്കതിന് പേടിയൊന്നുമില്ല. ടിക് ടിക് ശബ്ദമാണെങ്കിൽ എന്തായാലും ഇതിൽ ടൈം ബോംബ് തന്നെ. നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയേക്കേ. ഈ ടൈം ബോംബ് വേറെ എവിടെങ്കിലും കൊണ്ടുപോയി പൊട്ടിക്കേ. ഓ എന്റെ ഓ പൊന്നു ചേട്ടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഓ, ഇതും ഞാൻ തന്നെ ചെയ്യണമല്ലോ. ഓ, ഓ, ഓ. എല്ലാവരും ഓടിക്കോ. മോട്ടുവിന്റെ കയ്യിലുള്ളത് ടൈം ബോംബാ. എന്തോ ടൈം ബോംബാ. ഓടിക്കോ. അയ്യോ പത്തലു, ഒന്ന് പിടിക്കടാ, രക്ഷിക്കൂ. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ വേഗം എന്തെങ്കിലും ചെയ്യൂ. എന്റെ പ്രിയപ്പെട്ട ഡോക്ടർ ജഡ്ക സാറ്, എന്നെ ഒന്ന് സഹായിക്കണം. ഈ വിലങ്ങൊന്ന് ഊരി തരൂ. കയ്യില് വിലം കൊണ്ടെങ്കിൽ നീ പോലീസിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു വരുവാണെന്നല്ലേ അർത്ഥം? ഞാൻ ഉടനെ നമ്മുടെ പോലീസിനെ വിളിക്കാം. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. ഈ പെട്ടിയും കൈവിലങ്ങും ഞങ്ങൾക്ക് വഴിന്ന് കിട്ടിയതാണ്. അതെടുത്ത മോട്ട് വെറുതെ ഒന്ന് കയ്യിലിട്ട് നോക്കിയതാ. അപ്പൊ ഇത് കുടുങ്ങിപ്പോയി. ഞാനൊന്ന് നോക്കട്ടെ, ഈ കൈവിലങ്ങൊന്ന് അഴിക്കാൻ പറ്റുമോന്ന്. ഹലോ, സിംഗമാണ് സംസാരിക്കുന്നത്. മോട്ടു പത്ലു അവിടെ ഉണ്ടോ? ആ ഉണ്ടല്ലോ. ഒരു എന്താ? ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവരുടെ സൂട്ട് കേസിൽ ടൈം ബോംബ് ഉണ്ട്. അവരെ അവിടെ തന്നെ തടഞ്ഞു നിർത്തണം. ഞാനിത് വന്നോണ്ടിരിക്കുന്നു. ടൈം ബോംബോ? എന്റെ പൊന്നു ഡോക്ടറെ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഈ ബ്രീഫ് കേസിനകത്ത് ബോംബാണ്. ഒന്ന് വേഗം ആവട്ടെ, എപ്പോ വേണേലും ഇത് പൊട്ടും. വേറെ ഇവിടുന്ന് സ്ഥലം വിടോ. വേറെ എവിടെയെങ്കിലും ചെന്ന് പൊട്ടിക്കോ. എന്നെ കൊണ്ട് വയ്യ. പ്ലീസ് ജഡ്ക, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. ചേട്ടാ, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങള് നിങ്ങളെ വിടില്ല. ശരി ശരി, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂട്ടുകാരല്ലേ. കൂട്ടുകാരെ സഹായിക്കുക എന്നുള്ളത് എന്റെ കടമയല്ലേ. എന്തായി കാണിച്ചേ? ഞാൻ നിന്നെ ഇതിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു എളുപ്പ വഴി കണ്ടതല്ലേ. ബൈ ബൈ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്നെ വിടോ. പത്തലു, രക്ഷിക്കണേ. ഞാനും ദേ നിന്റെ കൂടെ വരുന്നു എന്റെ കൂട്ടുകാരാ. എന്നെ വിട്. എന്നെ എന്തിനാ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുന്നത്? എനിക്ക് വയ്യ. എനിക്ക് വയസ്സായില്ലേ. ആദ്യം ഈ വീൽ ചെയർ ഒന്ന് നിർത്ത. ഇതങ്ങനെ നിർത്താൻ പറ്റില്ല. റിമോട്ട് ലാബില് വീണു പോയില്ലേ. എന്റെ സീറ്റ് ബെൽറ്റ് അയക്കൂ. റിമോട്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പേർക്കും പരലോകത്തേക്ക് വേണ്ട. പോകാം. എന്റെ പൊന്നു മോട്ടു, നമ്മുടെ സൗഹൃദത്തെ മാനിച്ചെങ്കിലും നീ എന്നെ ഒന്ന് വെറുതെ വിട്. അതെന്താണ്? ഏത് വണ്ടിയാ പോയത്? പോയത് ആരാണെങ്കിലും ശരി, അവരെ ഞാൻ വെറുതെ വിടില്ല. സിംഗമിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ഇറ്റ് ഈസ് ഹൈലി ഇംപോസിബിൾ. എന്റെ അപ്പോ മൂട്ടുപത്തിലായിരുന്നു. വണ്ടി നിർത്ത്. പത്തലു, നീ ചാടിക്കോ. നീ എങ്കിലും രക്ഷപ്പെട്ടോടാ. ഇല്ല, എന്റെ സുഹൃത്തിനെ ഞാൻ ആപത്ത് സമയത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവില്ല. ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്, മരിക്കാനാണെങ്കിലും ഒരുമിച്ച്. വേണ്ട പത്തലു, അത്രയ്ക്ക് ത്യാഗമൊന്നും നീ ചെയ്യണ്ട. നീ എനിക്ക് വേണ്ടി ജീവിക്കൂ. ഞാൻ സാധാരണ സുഹൃത്താണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ നിന്റെ ആത്മസുഹൃത്താണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവില്ല. ഇത് സത്യം.
ചക്ക അതിനെ നിർത്ത്. ആ വീൽ ചെയർ ഒന്ന് നിർത്താൻ ശ്രമിക്ക. വേഗം. അമ്മച്ചി, എന്താണത്? എന്ത് പണിയെ കാണിച്ചത്? അവന്മാര് നമ്മുടെ നേരെയാണല്ലോ ഈ വരുന്നത്. റിമോട്ട് താഴെ വീണപ്പോ എന്തോ പ്രശ്നം സംഭവിച്ചു താറേ. അവന്മാരെ നിർത്ത്, അല്ലെങ്കിൽ തനിക്കാണ് പ്രശ്നം വരാൻ പോണത്. ഏയ്. വേണ്ട. ഏയ്. ചിക്കൻ സാറേ, ഞങ്ങളൊന്ന് രക്ഷിക്കൂ. എടോ, രക്ഷപ്പെട്ടെങ്കിൽ സ്വയം രക്ഷപ്പെട്ടോ. ചക്ക, അവരെ നിർത്ത്. ഏയ്. ഏയ്, ചക്ക. എടോ, അവരെ തടയാൻ ശ്രമിക്ക്. ഇവന്മാര് ഇതുവരെ പോയില്ലേ? വേണ്ട. ഡോക്ടറെ, ആ വണ്ടി ഒന്ന് നിർത്തടോ. വേണ്ട. വേണ്ട. ഇത് ടൈം ബോംബൊന്നല്ല, ഇത് ടൈം പീസ് ആണ്. അതാണ് ടിക് ടിക്ന്ന് സൗണ്ട് വന്നത്. കുറെ ഫയലുകളും. നമ്മൾ രക്ഷപ്പെട്ടു. ഈ റിമോട്ട് എന്താ വർക്ക് ചെയ്യുന്നില്ലേ? ഈ വീൽ ചെയർ എന്താ നിർത്താത്തത്? എന്തേലും ഒന്ന് പറ. മോട്ടോ, നീ ഇദ്ദേഹത്തിന് ശരിക്കും കാണിച്ചു കൊടുക്ക ഈ റിമോട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നേന്ന്. ഇപ്പൊ ശരിയാക്കി തരാം. ചിങ്കം സാറേ, കണ്ടോ? മോട്ടു എന്തായി കാണിക്കുന്ന? ആ റിമോട്ട് എനിക്ക് വേഗം ഒക്കെ തിരിച്ചതാ. നിങ്ങൾ അവിടെ ഇരിക്കേ, ഞാനിപ്പോ കാണിച്ചു തരാം. മോട്ടു, ഇങ്ങനൊന്നും ചെയ്യില്ല. ഞാൻ നിന്റെ കൂട്ടുകാരനല്ല മോട്ടു. മോട്ടു, എന്റെ ചക്കരെ, ഇങ്ങനെ ഒന്നും ചെയ്യില്ലേ. ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ. ഇത് അടിച്ചു വിട്. എന്നെ വിടല്ലേ, രക്ഷിക്കണേ. ഹാപ്പി